നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരത്ത് ജൂനിയർ അഭിഭാഷകയെ ക്രൂരമായി മർദ്ദിച്ച കേസിൽ വഞ്ചിയൂർ കോടതിയിലെ അഭിഭാഷകൻ ബെയ്ലിൻ ദാസ് മുൻകൂർ ജാമ്യാപേക്ഷ നൽകി. തിരുവനന്തപുരം സെഷൻസ് കോടതിയിലാണ് ജാമ്യാപേക്ഷ സമർപ്പിച്ചത്. മർദ്ദനമേറ്റ ജൂനിയർ അഭിഭാഷക ശ്യാമിലിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം പോലീസ് കേസെടുത്തിരുന്നു. ഇതോടെ മുങ്ങിയ പ്രതിക്കായി പോലീസ് തിരച്ചിൽ നടത്തുന്നതിനിടെയാണ് ജാമ്യാപേക്ഷ സമർപ്പിച്ചത്. തനിക്കെതിരെ ചുമത്തിയ വകുപ്പുകൾ നിലനിൽക്കുന്നതല്ലെന്നാണ് മുൻകൂർ ജാമ്യാപേക്ഷയിലെ വാദം. ബോധപൂർവം സ്ത്രീത്വത്തെ അപമാനിക്കുകയും ആക്രമിക്കുകയും ചെയ്തിട്ടില്ലെന്നും ബെയ്ലിൻ ദാസ് ജാമ്യാപേക്ഷയിൽ വാദിക്കുന്നുണ്ട്. തന്റെ ജൂനിയറായ പാറശാല സ്വദേശിനി ശ്യാമിലിയെ മർദ്ദിച്ച ശേഷം ബെയ്ലിൻ ദാസ് വലിയതുറ കോസ്റ്റൽ സ്പെഷ്യാലിറ്റി ആശുപത്രിയിലെത്തി ചികിത്സ തേടിയതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. മുഖത്ത് പരിക്കേറ്റെന്നാണ് ആശുപത്രിയിൽ അറിയിച്ചത്. ശ്യാമിലിക്കെതിരെ കൗണ്ടർ കേസ് എടുപ്പിക്കാനായിരുന്നു ഈ നീക്കമെന്നാണ് പോലീസ് കരുതുന്നത്. അതേസമയം പ്രതിക്കായി പോലീസ് പൂന്തുറയിലെ വീട്ടിലും സുഹൃത്തുക്കളുടെ വീടുകളിലും തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇയാളുടെ ഫോൺ സ്വിച്ച് ഓഫുമാണ്. ചൊവ്വാഴ്ച ഉച്ചയോടെയാണ് വഞ്ചിയൂരിലെ ഓഫീസിൽ വെച്ച് ബെയ്ലിൻ ദാസ് ശ്യാമിലിയെ ക്രൂരമായി മർദ്ദിച്ചത്. പ്രതിക്കായി സംസ്ഥാന വ്യാപകമായി തിരച്ചിൽ നടത്തുകയാണെന്ന് പോലീസ് പറയുമ്പോഴും ബെയ്ലിൻ ദാസിനെ കണ്ടെത്താൻ 2 ദിവസമായിട്ടും പോലീസിന് കഴിഞ്ഞിട്ടില്ല. ജൂനിയർ അഭിഭാഷകയെ മർദ്ദിച്ച ശേഷം വഞ്ചിയൂരിലെ ഓഫീസിൽ നിന്നും കാറിൽ രക്ഷപ്പെട്ട പ്രതി കഴക്കൂട്ടം വരെ എത്തിയിരുന്നു. ഇവിടെ നിന്നും മറ്റൊരു വാഹനത്തിൽ കയറി എറണാകുളം ഭാഗത്തേക്ക് രക്ഷപ്പെട്ടുവെന്നാണ് സൂചന.